എന്നും നമ്മൾ കമ്മലുണ്ടാക്കുന്ന വീഡിയോയിൽ ആ കമ്മലുണ്ടാക്കുന്ന കുഞ്ഞ് സ്പേസ് മാത്രമേ ഉള്ളൂ നിങ്ങൾ കാണുന്നത്. പക്ഷെ അങ്ങനെയൊന്നുമല്ല, അതിൻ്റെ പിന്നിൽ വികൃതമായിട്ട് രൂപം ഉണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ കമ്മലൊക്കെ ഉണ്ടാക്കുന്നത്. ഇതാണ് നമ്മളെ ടേബിൾ. ഇതാ ഇത്രയും ടൂൾസ് ആണ് ഞാൻ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണത്. ഇത് മാത്രമല്ല, ഒന്ന് രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ, തെരഞ്ഞിട്ട് കാണുന്നില്ല, അതിനെ കൊണ്ടാണ്. പിന്നെ ഇതാ ഈ ഒരു ഗമ്മാണ് നമ്മൾ യൂസ് ചെയ്യണത്. യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആത്മാവ് വരെ ഞാൻ പുറത്തെടുത്തു. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന ബീഡ്സ് ഒക്കെ അല്ലേ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോക്സ് ആക്കിയിട്ടാണ് കിട്ടുന്നത്. ഇനി ഞാൻ വീഡിയോ എടുക്കാൻ എന്തൊക്കെയാ യൂസ് ചെയ്യണമെന്നൊക്കെ, ഞാൻ ആദ്യമായിട്ട് വാങ്ങിച്ച ഒരു കുഞ്ഞ് സ്റ്റാൻഡാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞാൽ ഞാൻ ഇതാ ഈ ഒരു സെൽഫി സ്റ്റിക്ക് മേടിച്ച്, പിന്നെ ഇതാ ഇപ്പം അടുത്തുണ്ടല്ലോ ഈ ഒരു ട്രൈപോഡ് മേടിച്ച്. ഇതുണ്ടല്ലോ പട്ടിക്ക് മുഴുവൻ തേൻ കിട്ടിയരുത്, എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കുറെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഞാൻ എങ്ങനെയൊക്കെയോ വീഡിയോ ഒക്കെ എടുത്ത് ഒപ്പിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ കമ്മലും ഉണ്ടല്ലോ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ വെക്കലാണ്. പിന്നെ ഞാൻ ഇതൊക്കെ കൂടെ അടുക്കി പെറുക്കിയിട്ട് ഒരു ബോക്സിൽ ഇട്ട് വെക്കും കേട്ടോ. പിന്നെ ഇതൊക്കെ കൂടെ ഇവിടെ ഇങ്ങനെ ചാറ ചപ്പറായി കിടക്കണ കണ്ടിട്ടൊന്നും വിചാരിക്കേണ്ട. ഇതിൽ എന്തൊരു സാധനം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ ഈ ഒരു ടേബിൾ ഇട്ടിട്ട് വേറെ എവിടെയും പോകൂല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഈ മുത്തൊക്കെ ഇങ്ങനെ ചിന്തി കിടക്കുന്നത് എന്താ വെച്ചിരിക്കുകയാണെങ്കിൽ ഇത് കുഞ്ഞു കുഞ്ഞു ബോക്സ് ആയിട്ടല്ലേ കിട്ടുക. അപ്പോൾ ഉണ്ടല്ലോ ഒന്നും ചെരിഞ്ഞു വയ്ക്കുകയാണെങ്കിൽ ഒക്കെ കൂടെ ചിന്തി പോവും. അതാണ് കേട്ടോ. പിന്നെ ഈ ഓരോ കവറിൽ നമ്മൾ ഓരോ സാധനങ്ങളുണ്ട്. പിന്നെ ഇതാണ് ഞാൻ വേക്ക് ഷീറ്റായിട്ട് യൂസ് ചെയ്യണത്. പിന്നെ ഇത് നമ്മളെ എന്തേലും ഇതിൻ്റെ പേര് മറന്നുപോയല്ലോ, ഫ്യൂസ് വയർ ഞാൻ അതങ്ങനെ തൂക്കി വാങ്ങിച്ചതാണ് കേട്ടോ. ആദ്യമൊക്കെ ഉണ്ടല്ലോ ഞാൻ അങ്ങനെ ഓരോന്ന് വാങ്ങിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പാക്കറ്റ് കഴിഞ്ഞ് വാങ്ങിക്കല്. പിന്നെ എനിക്ക് തോന്നിയാൽ അത് വലിയ മണ്ടത്തരാണെന്ന് അങ്ങനെ ഞാൻ ഇത് തൂക്കി വാങ്ങിക്കാൻ തുടങ്ങിയത്. പിന്നെ അത്യാവശ്യം റേറ്റ് ആവും, എന്നാലും കുഴപ്പമില്ല, നമുക്ക് കുറേ യൂസ് ചെയ്യാനുണ്ടാവും. പിന്നെ ഇതൊക്കെ ഞാൻ ഉണ്ടല്ലോ ആഴ്ചയിൽ അടുക്കി പെറുക്കി വെക്കണതാണ്. ഒരു വീട് എടുക്കുമ്പോഴത്തേനും പിന്നൊക്കെ കൂടെ തല കുത്തനെയാവും. അത് പിന്നൊക്കെ കൂടെ വാരി പെറുക്കി അതിലേക്ക് ഇടും. അങ്ങനെയൊക്കെ കൂടെ നാശമാവണതാണ്. പിന്നെ ടേബിളിൻ്റെ മുകളിലിട്ടുള്ള ഈ ഒരു പീസില്ലേ, എൻ്റെ ചേച്ചിൻ്റെ വീട് പണിയുടെ സമയത്ത് ഞാൻ അവിടെ പോയിട്ട് അടിച്ചു മാറ്റി കൊണ്ടുവന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് നമ്മളെ പിന്നാമ്പുറ കാഴ്ചകൾ.